ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വയ്യായിരുന്നു, ഒട്ടും വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. രാവിലെ പോവേണ്ടായിരുന്നു 5 മണിക്ക്, പക്ഷെ വയ്യാത്തതുകൊണ്ട് ലേറ്റായി. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബാംഗ്ലൂരിലേക്ക്. റോക്കിക്കുട്ടാ പോകാം നമുക്ക്. ടാറ്റ പറഞ്ഞോ? കൊച്ചുമ്മിക്ക് ടാറ്റ പറഞ്ഞോടാ. കയറ്. ഓക്കെ, പതുക്കെ. എന്തൊരു ചാട്ടവാ. ഓക്കെ, ശരി സിനി. റോക്കി ഇപ്പോഴായിരിക്കും ഹാപ്പി ആയത്. ശരി, പോന്നേ. ഓക്കെ. അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ടായി ബാംഗ്ലൂരിലേക്ക്. ഇപ്പോൾ ഏകദേശം സമയം 9:39 9:39 12 മണിക്കൂറാകുമ്പോൾ രാത്രിയിൽ 9:39 10 11 12 മണിക്ക് മുമ്പ് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല. അത് റോഡ് ട്രാഫിക്കും അതെല്ലാം പോലിരിക്കും. പിന്നെ വഴിയിൽ വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ 12 മണിക്ക് മുമ്പ് അങ്ങ് എത്തും. ഒരു വയ്യായ്മ ഇല്ലായിരുന്നാ മതിയായിരുന്നു. അതെ, പിന്നെ കുഴപ്പമില്ല, ഓക്കെയാണ് ഞാൻ. ചേട്ടാ, ഇവിടെയാണ് ബാലശാസ്ത്ര ക്ഷേത്രം. ഇതിനകത്ത് സ്ഥലം ഏതാ? സ്ഥലം ഇത് കുളത്തുപുഴ. ആ, കുളത്തുപുഴ. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അങ്ങോട്ടേ ആ റോഡ് അങ്ങോട്ടൊരു അമ്പലമുണ്ട്. ഈ പാലത്തിന്റെ അവിടെ മീനുണ്ട് നിറച്ചേ. നമുക്കിങ്ങനെ തീറ്റയൊക്കെ കൊടുക്കാം. ഈ അരുമ്പാറയ്ക്കൊക്കെ തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞ് തീറ്റയൊക്കെ കൊടുക്കാം കേട്ടോ. പക്ഷെ ഇവിടുന്ന് ആരും മീൻ പിടിക്കത്തില്ല. അതിനകത്ത് വലിയ മീനുകളൊക്കെ ഉണ്ട്. വലിയ മീനുകളുണ്ട്. അതിനപ്പുറത്ത് നല്ലൊരു അമ്പലമാണ്. ഞങ്ങളെന്തോ ഒരിക്കൽ എന്തോ പോയിട്ടുണ്ട്. അമ്പലത്തിൽ കയറിയായിരുന്നോ? ഇല്ല, ഞാൻ കയറി. നമ്മള് കയറി. ഞാൻ കയറിയില്ലായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അമ്പലത്തിൽ അവിടെ കയറി നമ്മള് പോയായിരുന്നു. പക്ഷെ അവിടെ മീനിനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് വെള്ളവും കുറവായിരുന്നു. ഇതാണ് കുളത്തുപുഴ ജംഗ്ഷൻ. കുളത്തുപുഴ ടൗൺ എത്തി. ഇവിടെ നിന്നാണ് ചെങ്കോട്ട, തെന്മല. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാല് അഞ്ചലിലേക്ക് പോവാം. ഇവിടെ ഈ റോഡല്ലേ? ലെഫ്റ്റ് തിരിഞ്ഞാൽ അഞ്ചലിലേക്ക് പോവാം. നമുക്ക് നേരെയല്ലേ? തെന്മല, ചെങ്കോട്ട എല്ലാം നേരെയാണ്. നമുക്ക് ചെങ്കോട്ട അതുവഴി രാജപാളയം കയറിയല്ലേ നമുക്ക് മധുരയ്ക്ക് കയറേണ്ടേ. നമുക്ക് പോകേണ്ടത് നേരെയാണ്. അല്ല, ഒരു തിരക്ക് പിടിച്ച ഏകദേശം മധുര കയറണപ്പോ നമ്മളിപ്പോ എത്ര മണി? 10 മണിയായി. ഒരു 2-3 മണിയാവുമെന്ന് തോന്നുന്നു മധുര കയറാൻ. സമയം എടുക്കും അല്ലേ? 2-3 അല്ല, ചിലപ്പോ അതിലും കൂടുതലാവും. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഒരു പിടുത്തമല്ലല്ലോ മധുരയ്ക്ക്. അതിന്റെ ഹൈ റേഞ്ച് ഒക്കെ കയറിയല്ലേ പോവേണ്ടേ. അപ്പോ സമയമെടുക്കും. ഒരു മാതാവിന്റെ മഹത്വ കവാടം എന്നാണ് എഴുതിയിരിക്കുന്നത്. സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം, തിരുവനന്തപുരം മേജർ അതിഭദ്രാസനം. എടുക്കാം മൊത്തത്തില് പള്ളി. ഇത് നല്ലൊരു പൊക്കത്തായിരിക്കും കേട്ടോ പള്ളി. അതെ. ഇതൊരു പാലമാണോ? എന്തുവാണിത്? ഇവിടെ എന്തുവാണല്ലോ പ്രത്യേകത ഉണ്ടല്ലോ. ഇത് കല്ലട ഡാം. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ? കല്ലട ഡാം 1.8 കിലോമീറ്റർ. ഡാമിന്റെ ഇതുവരെയാണ് കെട്ടുവല്ലാണ്. സാലർ ഡാം മറ്റേ പള്ളം വെട്ടി ലെങ്ത് 5.70 മീറ്റർ. ഇതൊരു ഡാമിന്റെ സൈഡ് കെട്ടാണിത്. പക്ഷെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്. ഇത് ടൂറിസ്റ്റത്തിന്റെ ഇതാണ് കേട്ടോ. ആണല്ലേ? ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇറങ്ങി കാണാൻ. ഇത് തെന്മല ടൂറിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഷെണ്ടർനേരി എക്കോ ടൂറിസം. കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിനകത്താ. അതിനപ്പുറത്ത് വല സൈഡൊക്കെ കാടാണ്. അപ്പുറത്ത് മൊത്തം കാട് തന്നെ. പക്ഷെ നമ്മള് കുറച്ചു ദൂരം ഇതായിരുന്നു, റബ്ബർ തോട്ടങ്ങളായിരുന്നു, റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു. ഇതെല്ലാം വനമാട്ടോ. വല്ലാതെ സ്ഥലങ്ങള്. എനിക്ക് മഴ സമയത്ത് കമ്പുകളെല്ലാം ഒടിച്ചു വീഴാം. ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് കുരങ്ങന്മാരെ കണ്ടായിരുന്നല്ലോ. അപ്പോഴും നമ്മള് എടുക്കാൻ പറ്റിയില്ല.
നദിയൊക്കെ ഉണ്ട്. ഇതൊരു പാലമാണല്ലോ വിനോട്ടാ, അതിന്റെ ഒരു പാലമാണ് ഇത്. ഇവിടെ എന്തോ അതെന്തോ ഇത് തെന്മല എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഏത് പാലമാണോ എന്തോ. വെള്ളമുണ്ട് കേട്ടോ നിറച്ച്. ഡാം, അപ്പുറത്ത് ഡാം, തെന്മല ഡാം. കാണാൻ പറ്റത്തില്ല കേട്ടോ. തെന്മല ഡാം. ഓക്കെ. കല്ലട ഡാം തെന്മല. കല്ലട ഡാമാണ് കേട്ടോ. കല്ലട ഡാം തെന്മല. തൂക്കുപാലം കണ്ടോ? തൂക്കുപാലം. ഇടയ്ക്ക് ഒരു തൂക്കുപാലം. ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. അതിലിടയ്ക്ക് എഴുതിയിട്ടുണ്ട് തെന്മല എക്കോ ടൂറിസം എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അവിടെ ഇറങ്ങി നിന്നാ കിട്ടുമായിരിക്കും. പക്ഷെ ഇവിടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് തെന്മല. നമുക്ക് എങ്ങോട്ടാ പോവേണ്ടേ? ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഇതുവഴിയൊക്കെ വരുമ്പോഴേ നമുക്ക് രാത്രിയാകുമ്പോ ഒത്തിരി ഇതാവും, ടയർഡാവും. രാത്രിയല്ലേ വരുന്നത്. ഇനി അങ്ങോട്ടല്ലേ എസ് വളമൊക്കെ ഉള്ള അടുത്ത. ഇതിവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് എല്ലാം ഉണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് വയ്യാണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് അവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് പോവായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനിപ്പുറത്തോട്ട് വീണ്ടും ഫോറസ്റ്റ് സ്റ്റാർട്ട് ആവുകയാണെന്ന് തോന്നുന്നു. തുടങ്ങി വനത്തിനകത്തോട്ട് കയറി തന്നെ റോഡ് പോകുന്നത്. ഫുള്ള് വനം പോലെ, വനം തന്നെ. ഇത് നല്ലൊരു വളവാണല്ലോ വിനോട്ടാ. ഫോറസ്റ്റ് ജംഗിള്. ബാക്കിൽ വണ്ടിയുണ്ട്. അത് കയറിപ്പോട്ട്. എസ് വളവ് പോലെ. നല്ല നല്ല പൊക്കത്തിൽ. നമ്മുടെ ഇത് എന്താ പറയുന്ന തെന്മല ടൗൺ എത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് ശബരിമല, പിന്നെ പുനലൂർ ലെഫ്റ്റ്, ചെങ്കോട്ട വലത്തോട്ട്. നമുക്ക് ചെങ്കോട്ട തോട്ടാണ് പോവേണ്ടത്. ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് പോവേണ്ടത്. കുറച്ചങ്ങ് അപ്പുറത്ത് പോയിട്ട്. ഇതൊരു റെയിൽവേ ലൈൻ ഇതുവഴി കടന്നു പോകുന്നത്. ഇത് ചെങ്കോട്ട പുനലൂർ റെയിൽവേ ലൈനാണെന്ന് തോന്നുന്നു ഇതുവഴി പോകുന്നത്. ഇത് ഇരുമ്പിനകത്താണോ? ഇരുമ്പ് പാലം പോലെയാണല്ലേ? വാർത്ത തന്നെ. തൂണൊക്കെ ഉണ്ടല്ലോ, കോൺക്രീറ്റ് പില്ലറുകൾ, അതിൽ തന്നെ നടത്തുന്നത്. അവിടെ നിന്ന് ഇതുണ്ട്, ടണലുണ്ട്. അപ്പുറത്ത് പോകുമ്പോൾ ഇത് വീണ്ടും കാണാം. ഉണ്ടല്ലേ? നല്ല രസമുണ്ടല്ലേ? പാറ നോക്കിയാൽ ഒരുമാതിരി പാറയുടെ കളർ പോലെയൊക്കെ തോന്നുന്നു. പാറയിൽ വെള്ളം മഴയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് തോന്നുന്നു നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറി പോകുന്നു അല്ലെ, പക്ഷെ അല്ല, സൈഡിൽ കൂടിയ റോഡ്. പക്ഷെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണാനൊക്കെ. വണ്ടിയിൽ നിർത്തി. മുകളിലോട്ടെല്ലാം കേറാൻ വഴിയുണ്ടോ? കാണുമായിരിക്കും. വണ്ടിയിലുണ്ടെന്ന് ആൾക്കാർ നിർത്തി. രസമുണ്ട് കേട്ടോ. നമുക്കൊന്ന് നിർത്താന്നാ. ഒരു മിനിറ്റ്. നമുക്ക് അവന് ഇച്ചിരി വെള്ളം കൊടുക്കാം. വെള്ളം വേണമെന്ന് തോന്നുന്നു. ചൂടില്ല, പക്ഷെ എന്നാലും വെറുതെ കഥയ്ക്കുന്ന പരിപാടിയില്ലേ. അവിടെ ഒരു ഇതാട്ടോ. അപ്പർ സൈഡിലൊരു മതിയോ? നല്ല രസമുണ്ടല്ലേ? ഇതൊരു പ്രത്യേക രീതിയിലുള്ള നിർമ്മിതി പോലെ തോന്നുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കൊള്ളാം. ഇതൊരു വെള്ളം നോക്കി, ഈ സൈഡിൽ നോക്കിയേട്ടാ. ഇവിടെ നോക്കി. ഇതേത് നദിയാണോ? ഇതായിരിക്കും തെന്മലയ്ക്ക് പോകുന്നേ. തെന്മല ഡാം.
ഡാമിലോട്ട് പോകുന്ന വെള്ളമായിരിക്കും. அவனுக்கு அனுப்பணும். ആ ഫ്രണ്ട്സാ. റോക്കി നോക്കടാ, ആന്റിടാ. ഒരു മിനിറ്റ് ഞാൻ മാറാനേ. ഇത് ആന്റിയാ. ഇല്ല കടിക്കത്തില്ല. ഫ്രണ്ട്ലിയാ ആ പിടിച്ചോ തൊട്ടോ, ഒരു കുഴപ്പമില്ല. അവൻ അവിടെ ഇരുന്നോ, സൈഡിൽ വേണമെങ്കിൽ ഇരുന്നോ. അവനത് അവൻ ഞങ്ങളുണ്ടല്ലോ അടുത്ത്. ഉണ്ടോ? റോക്കി ഫ്രണ്ടിനെ കിട്ടിയോ? ആന്റി കിട്ടിയോടാ? റോക്കി എടുത്തോ. மனுஷங்களை கட்டி அதுக்கு அத்தனை நம்ம போய் உட்கார்ந்தோன்னா ஸ்தலம் கொடுக்கும். நல்லபடியா நிறைய ஆயுளோடு இருக்கக்கூடிய, ஏன்னா தான் உயிரை பணைய வச்சு அந்த மாதிரி வேலைக்கு போறது. ശരി. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഫ്രണ്ട്സുകളെയൊക്കെ കിട്ടി ഇവിടെ. ഓക്കെ ബൈ. അവരുടെ യാത്ര പറഞ്ഞ് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ. ഇത് ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിയാണത്. ഇവിടെയാണെന്ന് തോന്നുന്നു സ്റ്റേഷൻ. ഇത് സ്റ്റേഷൻ, ഇത് റെയിൽവേ സ്റ്റേഷൻ, കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ. തെന്മല ഹെറിറ്റേജ് ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. ഡിലക്സ് AC റൂം, നോൺ AC റൂം, സ്പേഷ്യസ് പാർക്കിംഗ് എല്ലാം ഉണ്ട്. ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാം. തെന്മല വരുന്നവർക്ക് ഇവിടെ വന്ന് ഡാമൊക്കെ കണ്ട് ഇവിടെ പാലരുവിയിലെല്ലാം കുളിച്ച് ആസ്വദിച്ചിട്ട് പോകാം. ചെറിയൊരു കെട്ടറാണ് കേട്ടോ. ഇവിടെ ചെക്ക് പോസ്റ്റ് അല്ലേ? ഇതാണ് ആര്യൻകാവ് ചെക്ക് പോസ്റ്റ്. അപ്പൊ ഇതോടെ അങ്ങനെ കേരളം തീരാൻ പോവുകയാണ്. ഇതിനപ്പുറം തമിഴ്നാടായോ? തമിഴ്നാടായില്ല, ഇനി കുറച്ചു ദൂരം കൂടെ ഉണ്ട് കേരളം. അടുത്ത് തമിഴ്നാട്ടിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും തോന്നുന്നു അവിടെ. അപ്പൊ ഈ ഇത്രയും സ്ഥലം ഇതൊക്കെ നമ്മൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട്, അതായത് ഇനി കുറച്ചു ദൂരം കൂടെ പോകണം. ഇതെനിക്ക് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് ആയിരിക്കും ചേട്ടാ. ഇത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. ഇനി കുറച്ചു ദൂരം കൂടെ പോകുമ്പോഴേ അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇറക്കം ഇറങ്ങി പോകുന്നിടത്തോ? അതിനപ്പുറമാണ് തമിഴ്നാട്. ചേട്ടൻ പറഞ്ഞില്ലേ അടുത്ത ചെക്ക് പോസ്റ്റ് ഇതാ. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോ ഇവിടെ ചെക്ക് ചെയ്യുമായിരിക്കും. അല്ല, ഇതും കേരളം തന്നെ. ഇവിടെ എനിക്ക് തോന്നുന്നു 2 ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പുറം കൊണ്ട് ഇവിടെയും കണ്ടായിരുന്നു. ഇവിടെ പോലീസ് ഉണ്ട് കേട്ടോ. ഇത് തമിഴ്നാട് കയറി കേട്ടോ. കയറിയല്ലേ? കാരണം ഇവിടെ തമിഴ്നാട്ടിലെ തമിഴ് ബോർഡൊക്കെ ചെന്നു. പക്ഷെ മലയാളം ഉണ്ട്. അപ്പൊ അതായിരിക്കും രണ്ടിന്റെ ഇടയ്ക്ക്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ചെക്ക് പോസ്റ്റ് തമിഴുടെ ആയിരിക്കും, തമിഴ്നാടിന്റെ. മറ്റേ അപ്പുറത്തേക്കുന്ന കേരളത്തിൽ. പക്ഷെ ഇവിടെ പോലീസ് ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഹൈറ്റ് അല്ലേ, നല്ല ഹൈറ്റുള്ള മല. പക്ഷെ നമ്മളിപ്പോ ഇവിടുന്ന് കാണുമ്പോ അങ്ങനെ അത്ര അധികം ഹൈറ്റ്. നമ്മൾ ഈ പൊക്കത്തോട്ട് കേറിയിട്ടാണോ കേറി പോവാണോ ചെയ്യുന്നത്? അത് ഇറക്കം ഇനി ഏകദേശം നല്ലൊരു പൊക്കത്ത് പോയിട്ടുള്ള ഇറക്കമല്ലേ വരുന്നത്? ഇനിയുണ്ട് കേരള പാലസ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, തീർത്ഥാടന ദേവാലയം. ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ പാലരുവി വെള്ളച്ചാട്ടം. പാലരുവി വെള്ളച്ചാട്ടം അങ്ങോട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ നേരത്തെ വന്നു എടുക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. മൊബൈലില് മധുരൈ 198, തെങ്കാശി 21 കിലോമീറ്റർ. കേരള പോലീസ് പാലസ്. കേരള പാലസ് കുറ്റാലം. തമിഴ്നാട് സ്റ്റാർട്ടായോ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പൊ തമിഴ്നാടല്ല. പക്ഷെ അവിടെ എന്താണ് രണ്ട്. പക്ഷെ എന്റെ ചെവിക്കകത്തൂടെ ഒരു ഇതായി കേട്ടോ. അവിടെ നല്ല രസമുണ്ട്. പക്ഷെ ഇതിലേക്ക് അത് നിർത്തിയെടുത്താലേ പറ്റത്തുള്ളൂ. നമുക്കിവിടെ വണ്ടി ഒതുക്കാനും പറ്റത്തില്ല. വളവല്ലേ, മൊത്തം വല്ലാത്തൊരു വളവാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വെൽക്കം ടു തമിഴ്നാട് എന്നും പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിറച്ച് കുരങ്ങന്മാരുണ്ട്. മങ്കീസ് ബന്ദർ വണ്ടിയുടെ അടിയിൽ വരായിരുന്ന കൊള്ള ഒരു കുഞ്ഞിരിക്കുന്നു അവിടെ. അയ്യാ, ഇതിപ്പം ചെങ്കോട്ടയാണല്ലേ? ചെങ്കോട്ട തമിഴ്നാട്. പക്ഷെ റോഡിന്റെ അടുത്തായിട്ട് കെട്ടിടങ്ങൾ ഇരിക്കുന്നു.
ടൗണ്. മഴയുണ്ട് ചെറിയ രീതിയിൽ. ചെറിയ രീതിയിൽ ചാറ്റൽ മഴ പെയ്യുന്നു. In 200 meters, turn left. ഇവിടുത്തെ കൃഷികളെല്ലാം വിളവെടുത്തു കേട്ടോ. നെല്ലായിരുന്നു. ആണോ? നെല്ല. പക്ഷെ അവിടുത്തെ കൃഷിയെല്ലാം എടുത്തിരിക്കുന്നു. ഏതാ സ്ഥലം എന്നറിയോ? ചെങ്കോട്ടയല്ലേ? ചെങ്കോട്ടൈ. ഇതുവരെയ്ക്ക് റോഡൊന്നും കുഴപ്പമില്ല. റോഡെല്ലാം നല്ല റോഡാ. ക്ലിയറാ. ഒരു ബോർഡ് വരുന്നുണ്ട്. അച്ചൻകോവിൽ മധുര. ഇപ്പുറത്തത് എന്തോ എഴുതിയിരിക്കുന്നത്? ഓർത്തരോ? അച്ചൻകോവിൽ മധുര 152 കിലോമീറ്റർ അല്ലേ? അച്ചൻകോവിൽ എന്ന് പറയുമ്പോ ഇവിടുന്ന് ലെഫ്റ്റ്. ചേട്ടാ ഇതിന്റെ ഇടയ്ക്കേ ഈ കെട്ടിടം എന്താണെന്നറിയാവോ? ഇത് ചെറിയ ഉള്ളി സൂക്ഷിക്കുന്നതാണ്. ചെറിയ ഉള്ളിയാ? ചെറിയ ഉള്ളി. ഇവിടെയൊക്കെ കാറ്റാടി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വലുതാണ്. പക്ഷെ കറങ്ങുന്നില്ലല്ലോ. ഇല്ല കറങ്ങുന്നില്ല. അതെന്തേ? കാറ്റില്ലാത്തോണ്ടായിരിക്കും. അല്ല, കാറ്റുണ്ടെങ്കിൽ മാത്രമേ അത് കറങ്ങുള്ളൂ. 1 കിലോമീറ്റർ. മധുര 152. ചെന്നൈ തിരുച്ചിയാണോ? ചെന്നൈ അല്ലായിരുന്നോ? ചെന്നൈയുണ്ട്, തിരുച്ചിയുണ്ട്, മധുരയുണ്ട്. ഇവിടെ ഇത്രയും സ്ഥലത്തല്ലേ വിനോട്ടായി ഒരിടത്ത് വണ്ടി ഓഫ് ചെയ്തിട്ട് അല്ലേ? ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യും, മറ്റിടത്തുനിന്ന് വിടും, അപ്പുറത്ത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുന്നത്. അതുകൊണ്ട് ഓട്ടോറിക്ഷയുടെ വീട് നോക്കിയേ. അതെന്താ അങ്ങനെ? എല്ലാ ഓട്ടോറിക്ഷയുടെ ഇങ്ങനെയാണോന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, ഇതെന്താ വേറെന്തോ ഒരു പ്രത്യേകത. ഇതിന്റെ ബാക്കൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കും. അതുകൊണ്ട് അതിന്റെ അങ്ങനെയാണെന്ന് തോന്നുന്നത്. തന്നെ ഓട്ടോറിക്ഷയുടെ വീലൊക്കെ എങ്ങനെയാന്ന് തോന്നുന്നത്. അടുത്ത കാണുമ്പോൾ ശ്രദ്ധിക്കാം. നല്ല രസമുണ്ട് പാറകള്. നല്ലൊരു മലഞ്ചെരുപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡിലുണ്ട്. അല്ല, ഒരു സൈഡിൽ കാണാൻ രസം, ഈ ഒരു സൈഡ് ഇങ്ങനെ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം ചേട്ടാ, മിക്കയിടത്തും അമ്പലങ്ങളാണ്. പാറയുടെ മേളില് ഇങ്ങനെ സൈഡുകളിലെല്ലാം അമ്പലങ്ങളുണ്ട്. ഈ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയപ്പോൾ അടുത്തടുത്തടുത്ത് അമ്പലങ്ങളുണ്ട്. ഇത് വിൽക്കാനായിരിക്കും ഈ പോത്തിനെ? അല്ല, വളർത്തുന്നവരായിരിക്കും അല്ലേ? ഫുഡ് അല്ല, ഇനി അല്ല, ഇത് മേയ്ക്കാൻ വേണ്ടി ആടും ഉണ്ട്. ആടും പശുക്കുട്ടിയുണ്ട്. പശുവുണ്ട്. അയ്യടാ, പശുക്കിടാവും ഉണ്ട്. അത് വണ്ടിക്കാരെല്ലാം നിർത്തി കൊടുക്കുക. അപ്പുറം ഇപ്പുറം ആയേ. പതുക്കെ 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 മാറിത്താ. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് കൃഷിയുണ്ട്. നെല്ല് നട്ടിട്ടുണ്ട്. ഉണ്ട്. പനയുണ്ട് കേട്ടോ ഇവിടെ. പന റോഡിന്റെ സൈഡിൽ പനകളൊക്കെ നടക്കുന്നത്. അങ്ങ് നോക്കി ഒരു കുറ്റം മല, പ്രത്യേക ദൂരമായിട്ട് ഒരു മല. പക്ഷെ അപ്പോൾ വേറൊരു വെട്ടമായിരുന്നു വന്ന്. ഇവിടെയൊക്കെ മൊത്തം ഇതാ പുളിമരമാണ്. ഈ പുളി നമുക്ക് ആർക്കും പറിക്കാൻ പറ്റും ഇതിനകത്തായ? റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പറിക്കാതിരിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാരെ കുറച്ചിട്ട് പോകും. നല്ലതോ ആർക്ക് സമയം പുളിയൊക്കെ പറിക്കാൻ. ഇപ്പം അതിൽ കയറുന്ന തന്നെ മനക്കേടല്ലേ. മരം പൊളിച്ച് ഉലുക്കണം. റോഡിന്റെ സൈഡിലായിട്ടാണ് ഈ അമ്പലം വരുന്നത്. പക്ഷെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ അമ്പലങ്ങൾ ഇരിക്കുന്നോണ്ടായിരിക്കും റോഡുകൾക്ക് നമ്മുടെ അങ്ങനെ ഇപ്പോ രാജപാളയം ടൗണിൽ കയറിയെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നേ. ഇവിടെ ഒരു വലിയൊരു അമ്പലമുണ്ട്. അമ്പലത്തില് ഈ രഥം ഉണ്ടല്ലോ, രഥം സുചീന്ദ്രത്തിലൊക്കെ ഉള്ള പോലത്തെ രഥം, ഒരു രഥം ഇവിടെ ഉണ്ട്.
അവിടെ റോഡിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുമോന്ന് അറിയില്ല. ആ റോഡ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ കാണാം. അതിന് വൺ വേ ആണോന്ന് അറിയില്ല, അതൊന്ന് നോക്കണം. നോക്കിക്കോളെ, നല്ല തിരക്കുണ്ട്. ഇവിടെ ഒത്തിരി വഴിയോര കച്ചവടങ്ങൾ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. മുണ്ട് ഇതൊക്കെ ഉണ്ട്. ഒരു ട്രാഫിക് പോലീസുകാരൻ നിൽപ്പുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ നമുക്ക് അവിടെ ഒരു ട്രാഫിക് പോലീസുകാർ മാത്രം ഇതായിട്ട് തോന്നി. ഇത് റേഷൻ കട, ആള് കൂടും പറയാലോ ഇത് റേഷൻ കടയാണെന്ന്. റേഷൻ കട അവിടെ എന്തൊക്കെ റേഷൻ കടയാണോ? 20% ഓഫർ അല്ല, ഇത് എന്തോ സാധനങ്ങളുടെ റേഷൻ കട അല്ല. 20% ഓഫറിൽ എന്തോ ഓഫറിലുള്ള കടകൾ എന്താണ്. ഒത്തിരി തിരക്ക് അവിടെ. നല്ല മാർക്കറ്റ്. നല്ല തിരക്കായി റോഡ്. ഇതുവരെ ഇങ്ങനെ നമ്മുടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. ഇത് ഈ രാജപാളയം വീതി കുറവ്, പിന്നെ വഴിയേറെ കച്ചവടം, വണ്ടി പാർക്കിങ്, ഇതെല്ലാം കൂടെ വണ്ടിക്ക് പോകാൻ നല്ല സ്ഥലം ഇല്ലല്ലോ, അതുകൊണ്ടുള്ള തിരക്കാണിത്. പക്ഷെ നമ്മൾ അമ്പലം റോഡാണോ പോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് ചേട്ടാ. ഇന്ന് ഇവിടുത്തെ മാർക്കറ്റ് ഡേ വല്ലതും ആയിരിക്കും, അതാ ഇത്രയും ആൾക്കാർ മാർക്കറ്റിലേക്ക് ഇറങ്ങി നടക്കുന്നത്. എന്തോരം ആൾക്കാരെ മാർക്കറ്റിൽ ഇറങ്ങി നടക്കുന്നത് ആയിരിക്കും. ഒരു ജംഗ്ഷൻ എത്തി ഇവിടെ. ഇന്ന് മാർക്കറ്റ് ദിവസമാണ്. കാച്ചി എല്ലാം റോഡുകളിലും എല്ലാം എന്തേ കച്ചവടം തന്നെ. ചെരുപ്പ്, തുണികള്, തുണിത്തരങ്ങള് കണ്ടോ ഇവിടെ. എന്തായാലും പെട്രോൾ അടിക്കണമല്ലോ. പെട്രോൾ അടിച്ചൊന്ന് വാഷ്റൂമിലെല്ലാം പോയിട്ടൂടെ ഇനി അടുത്തിരിക്കുക, അല്ലെങ്കിൽ ഇനി പാടായിരിക്കും. ചോദിക്കട്ടെ. ഇവിടെ ഒരു അമ്പലം കണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അതേ ഒരു ഇതില് വരുന്ന. രഥം കണ്ടോ? അവിടെ രഥം കാണാമോ? കണ്ടു. പക്ഷെ അങ്ങോട്ട് പോകും നേരെ ഇങ്ങനെ വന്നാൽ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് നോക്കിട്ട് നടു റോഡിൽ വെച്ചേക്കുന്നു. നടു റോഡില് എന്തോ ഇത് ഷീറ്റൊക്കെ ആയിട്ട് വെള്ളമൊന്നും. ഒരു മിനിറ്റ്, ഇവിടെയാണെന്ന് തോന്നുന്നു അമ്പലം. ഈ റോഡല്ല, അമ്പലം കാണാൻ പറ്റിയില്ല. രഥത്തിൽ അത് എന്തൊക്കെ ചെയ്യുന്നു, പ്ലാസ്റ്റിക് കൊണ്ട് മറയ്ക്കുന്ന. മഴ നനയാതിരിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് താഴെ അറ്റം വരെ കാണാമായിരുന്നു കേട്ടോ, ഇപ്പൊ കാണാൻ പറ്റില്ല. ഇതാണ് ക്ഷേത്രം. സൂപ്പർ. ഇനി കാണാൻ പറ്റത്തില്ല, മറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അതേ ഒരു ഇതിലിരിക്കുന്നുണ്ട് കാണുമ്പോഴേ, ആ ഒരു ഇതിൽ തന്നെ. അടുത്ത് നല്ലൊരു പള്ളി, നല്ല രസമുണ്ട്. സ്ഥലം അറിയില്ലല്ലോ. സ്ഥലം തമിഴിലാണോ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, വായിക്കാനും പറ്റുന്നില്ല. എവിടെയെങ്കിലും കാണും. കർണാടകയിൽ പോയി കർണാടകയിൽ ഇത്രയും നാളായിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത പോലെ ഇവിടെ ഇതേ അവസ്ഥ തന്നെ. നമുക്ക് നേരെ പോകാം. നമുക്ക് ഇനി ഇവിടെ ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് റോക്കിയൊക്കെ ഇവിടെ ഒന്ന് ഇറക്കിയിട്ട് പോകാം അല്ലേ. ഇവിടെ ഇരിക്കാം. റോക്ക് കൂട്ടനെ ഇവിടെ ഇറക്കാം കുറച്ചു നേരം. അപ്പൊ ഇവിടെ കുറച്ചു നേരം അവൻ നിന്നോളും. ഇറങ്ങി ആക്കളെ, ഇറങ്ങ്. ഓക്കെ, പിടിച്ചോ കയറല്ലേ. കൈതാ ആ, അപ്പുറത്തെ കൈതാ, ഈ കൈതാ. അയ്യോ, മടുത്തോ മക്കളെ? കൈ കഴിയോ? പക്ഷെ അവിടെ കിടക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അവള് കപ്പ പുഴുങ്ങിയതും ചിക്കൻ കറിയും ദോശയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ഊണ് ഇന്ന് ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.